This video is sponsored by SBO Digital Marketing. இப்போ நாதிங்க பெரிய தப்பு தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉപ്മാവ് റവ ഉപ്മാവല്ല, അവലുപ്മാവ്. റവ ഉപ്മാവ് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് അവലുപ്മാവ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവലാണ്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചുവപ്പകപ്പുള്ളി വേണമെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവൽ, സാധാരണ അവലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കുറച്ച് നിലക്കടലയാണ്. നിങ്ങൾ ഉപ്മാവ് എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ചുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവിൽ വന്നിട്ട് ഒന്ന് കഴുകി കുതിർത്ത് 2 മിനിറ്റ് കുതിർത്താൽ മതി. 2 മിനിറ്റ് കുതിർത്ത് വെള്ളം ആറിന് ശേഷം ഈ പരുവാകുമ്പോൾ നമുക്ക് എടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഒരു കടായ അടുപ്പിൽ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ച്, ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂണ് കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ ഇച്ചിരി 1 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഉഴുന്ന് മൂത്ത് കടിക്കാൻ കിട്ടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉഴുന്ന് ചേർത്ത് കൊടുത്ത് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കും, ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കതിന് ഒരു ചെറിയൊരു എരിവും കിട്ടും ആ ഉപ്മാവിന്. അപ്പം ഞാൻ നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച്, ചുമ്മാ നമുക്കതൊന്ന് കളർഫുൾ ആവാൻ വേണ്ടി മാത്രം. അധികം ആവണ്ട, ആ മഞ്ഞളിൻ്റെ ചുവ അതിലടിക്കും. ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ അവിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അവിൽ ഒരു വെള്ളത്തിൽ കഴുകിയതാണല്ലോ, അപ്പോൾ അതിനകത്തുള്ള ഉപ്പ് പോയി കാണും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വളരെ കുറവ് ചേർത്ത് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ അവിൽ ഓൾറെഡി ഉപ്പുണ്ട്. നമ്മളത് ഒരു വെള്ളത്തിൽ കഴുകി പോക്കിയതുകൊണ്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അളവ് കൂടി പോകണ്ട, ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് ഉപ്മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ചെറിയ കുട്ടിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇത്. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.